പൂരാടം നക്ഷത്രത്തിലുള്ളവരൊക്കെ സർക്കാർ ജോലി ഉണ്ടെങ്കിൽ അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിൻ്റെ നല്ല കാലങ്ങളെ അപഹരിച്ചെടുക്കും. മകയിരം നക്ഷത്രമുള്ളവർക്ക് ഞരമ്പുകളാൽ രോഗം ഉണ്ടാകുന്നുള്ള കാലഘട്ടമുണ്ട്. മകളുടെ കല്യാണം നടക്കുന്നില്ല സ്വാമി, കുട്ടി ഒരു രഹസ്യബന്ധം ഉണ്ടായി, ഒരു കുട്ടിയെ അനാഥാലയത്തിൽ വളർത്തുവാണ്. നമസ്കാരം. ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഇന്നലെ എത്ര പേരത് കണ്ടു എന്നെനിക്കറിയില്ല. അതീവ ദുഃഖത്തോടു കൂടിയാണ് ഞാൻ ഒരു വാർത്ത പറഞ്ഞത്. എന്താ, ഇന്നലെ എന്നെ ഒരു പെൺകുട്ടി വിളിച്ചിരുന്നു ഉച്ചയ്ക്കെന്നാണ് എൻ്റെ ഓർമ്മ. അവരുടെ അവരുടെ ബന്ധുവായ 2 പെൺകുട്ടികൾ കന്യാകുമാരിയിലേക്ക് വന്നു എന്നും കന്യാകുമാരിയിൽ വെച്ച് അവരെ കാണാതായി എന്നുള്ളതാണ്. പോലീസിൽ പരാതി കൊടുത്തപ്പോൾ അവർ ബാഗുമായിട്ട് ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ അടുത്തേക്ക് പോകുന്നത് തിരുവനന്തപുരത്തേക്ക് എത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു എന്നും പിന്നെ കാണാനില്ല എന്നുള്ളതാണ് വാർത്ത അവരെന്നോട് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് വിവേകാനന്ദ പാറയിൽ നിന്ന് 2 പേരും ഞങ്ങളെ ഇനി അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞ് ചില ചിത്രങ്ങൾ അവർക്ക് ബന്ധുക്കൾക്ക് അയച്ചു കൊടുത്തതായി പറയപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി, ഇത്തരം കാര്യങ്ങളിൽ വ്യക്തമായി മരണത്തെക്കുറിച്ചുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ ഇതിനകത്ത് ചിന്തിക്കുക. അത് ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ടവരാണ്. യഥാർത്ഥത്തിൽ ബൈബിൾ വെച്ച് ഞാൻ ഫലം പറയുമ്പോൾ എനിക്ക് ഇതുവരെ ബൈബിളല്ല, ഏത് മതാടിസ്ഥാനത്തിലാണെങ്കിലും ജ്യോതിഷം സംബന്ധമായിട്ട് ജ്യോതിഷം എനിക്കറിയില്ല. കണ്ണേഷ് ഉപാസനയോട് പറയാൻ മാത്രമേ അറിയാവുള്ളൂ. ഗ്രഹനില ഞാനിങ്ങനെ നോക്കിയിരുന്നാൽ എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഞാൻ പറയും. ഇവിടെ ഞാൻ ജ്യോതിഷ ഫലങ്ങൾ പറയുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ പെൺകുട്ടി എന്നെ വിളിച്ചപ്പോൾ വളരെ അതീവ ദുഃഖത്തോടു കൂടിയാണ് എന്നെ വിളിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, 3-ാം ദിവസം 3-ാം പക്കം എന്നാണ്. കടൽ എന്തു സ്വീകരിച്ചാലും അതിൻ്റെ 3-ാം പക്കം നമുക്ക് തിരിച്ചു തരും. എത്ര ആഴത്തിലേക്കും എത്ര അഗാധങ്ങളിലേക്ക് കൊണ്ടുപോയാലും 3-ാം പക്കം കടൽ അതിൻ്റെ പ്രാണനെടുത്തിട്ട് തിരിച്ച് കരയിലേക്ക് കൊണ്ടുവരും. അങ്ങനെയാണ് അതിൻ്റെ ഒരു ചരിത്രം. 3-ാം പക്കം എന്നാണ്. പത്മരാജൻ്റെ പ്രശസ്തമായ ഒരു സിനിമയുണ്ട്. അതുമാത്രമല്ല, എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് അനിൽ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് പൂജപ്പുര ഞാൻ വസിച്ചിരുന്ന കാലത്ത് ഇതുപോലെ ഒരുമിച്ച് കൂട്ടുകാരോടൊപ്പം കോവളത്ത് കളിക്കാൻ പോയിട്ട് കടലിൽ പെട്ടുപോയിരുന്നു. 3-ാം പക്കം അതാണ് അത് കിട്ടിയത്. അങ്ങനെ ഒരു ഓർമ്മ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ടും എൻ്റെ ചില അനുഭവങ്ങൾ കൊണ്ടും കടലിനെക്കുറിച്ച് വളരെ തീക്ഷ്ണമായി പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയിലും ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. കടൽ പ്രാണനെടുത്താൽ 3-ാം പക്കം ശരീരം തിരിച്ചു തരും. അതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞു. ഞാൻ ചോദിച്ചു, എത്ര ദിവസമായി? 2 ദിവസം കഴിഞ്ഞു. 1 ദിവസം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ ഞാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു. ഞാനിന്നലെ അത് പ്രോഗ്രാമായിട്ട് ചെയ്തിരുന്നു. അത് അവരുമായിട്ട് സംസാരിക്കുമ്പോൾ നായ് മോങ്ങുന്ന ശബ്ദം കേട്ടു. അപ്പം ഞാൻ ചോദിച്ചു, അവരുടെ അടുത്തെങ്ങാനും, നിങ്ങളുടെ വീടിന് അടുത്തെങ്ങാനും നായ വല്ലതും വന്നിരിപ്പുണ്ടോ? നായ്ക്കൾ മോങ്ങുന്ന ശബ്ദം കേൾക്കുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇന്നലെ മുതൽ ഒരു കറുത്ത നായ ഈ മരണപ്പെട്ടു പോയ പെൺകുട്ടിയുടെ തറവാടുകളിലോ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയായിട്ട് ബന്ധപ്പെട്ടോ സ്ഥലത്ത് വന്നിരുന്ന് അതിഭയങ്കരമായി മോങ്ങുന്ന ശബ്ദം കേൾക്കുകയാണ്, നിലവിളിക്കുന്ന ശബ്ദം കേൾക്കുകയാണ് സ്വാമി, ഉറങ്ങാൻ കഴിയുന്നില്ല. അപ്പം തന്നെ ഞാൻ അതിൻ്റെ മരണം ഉറപ്പിച്ചു. എന്നാലും 2 പേർ കാണാതായതാണ് മരണം ഉറപ്പിക്കുന്നതിന് ഒരു കാരണം. മരണം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ആ വേർപാട് ഉറപ്പിക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മളത് എടുത്തടിച്ചു പറയാൻ പറ്റുന്നതുമല്ല. ഞാൻ പറഞ്ഞു, ബൈബിൾ എടുക്കൂ എന്ന് പറഞ്ഞു. ബൈബിൾ തുറന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ തള്ളവിരൽ വെച്ചേക്കുന്നത് 7-ാമത്തെ വായിക്കാൻ പറഞ്ഞപ്പോൾ അത് നദിയുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളാണ് പറഞ്ഞത്. ഞാൻ ഇന്നലത്തെ വാക്കുകൾ പറഞ്ഞിരുന്നു. ഒരിക്കൽ കൂടി തുറക്കാൻ ഞാൻ പറഞ്ഞു. തുറന്നപ്പോൾ കിട്ടിയത് ദൈവത്തിൻ്റെ ചിറകളിൽ അഭയം പ്രാപിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ ഞാനിത് ഉറപ്പിച്ചു. ആ 2 പെൺകുട്ടികളുടെയും പ്രാണൻ ഈ ഭൂമിയിൽ നിന്ന് പോയി. പക്ഷേ ഞാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു, എന്നെ 1 ദിവസം കൂടെ കഴിഞ്ഞിട്ട് വിളിക്കാൻ. ഇന്നിപ്പോൾ 1 മണിയായപ്പോൾ എന്നെ അവർ വിളിച്ചു, സ്വാമി 2 പെൺകുട്ടികളുടെയും ജഡം കിട്ടി, 2 പേരും മരണപ്പെട്ടു എന്ന് പറഞ്ഞു. മരണങ്ങൾ എല്ലാം വേദന തന്നെയാണ്, വേർപാടുകൾ വേദന തന്നെയാണ്. എന്തിനാണ് ആ പെൺകുട്ടികൾ ഇത് ചെയ്തത്? അവർ 2 പേരും എന്തിനാണ് വിവേകാനന്ദ പാറയിലേക്ക് പോയി കടലിലേക്ക് മുങ്ങിത്താണത്? അതൊക്കെ ഓരോരുത്തരുടെ സ്വകാര്യമായിട്ടുള്ള ദുഃഖങ്ങളിൽപ്പെട്ടത് തന്നെയാകും. മരിക്കും, എന്നെ വിളിക്കുന്ന പലരും പറയും, ഞാൻ മരിക്കും സ്വാമി, എനിക്ക് മരിച്ചാൽ മതി. അത് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. പക്ഷേ ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുന്ന ഒരു സമയമില്ലേ? ആ സമയത്ത് മാത്രം മരിച്ചാൽ മാത്രമാണ് നമ്മുടെ ശരീരം ഈ ഭൂമിയിൽ ഉപേക്ഷിക്കാനും
ഈ ശരീരത്തിലെ ഭസ്മമാക്കി കളയാനും ഈ ശരീരം ഈ ഭൂമിയിൽ ലയിച്ചു തേരാനും നമ്മുടെ പ്രാണൻ നമുക്കറിയാത്ത മറ്റൊരു ലോകത്തിലേക്ക് പറന്നു പോവുകയൊക്കെ ചെയ്യുന്നത് വേറൊരു അവസ്ഥയാണ്. അത് സാധാരണ ശാസ്ത്രലോകം വളർന്നു നിൽക്കുന്നവരോട് പറഞ്ഞാൽ മനസ്സിലാകില്ല. കഴിഞ്ഞ ദിവസവും രാത്രിയും ഇന്നുമൊക്കെ തന്നെ ഞാൻ ശ്രീകണ്ഠൻ നായരുടെ ആ പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് വ്യാപകമായിട്ടുള്ള വിമർശനങ്ങളുണ്ടായി. സ്വാമി എന്തിനാണ് ആ പ്രോഗ്രാമിൽ പോയിരുന്നത്? അതിൽ യുക്തിവാദികളും ദൈവവിശ്വാസമില്ലാത്തവരും സ്വന്തം സൃഷ്ടിയെ തന്നെ ചോദ്യം ചെയ്യുന്നവരുമായിട്ട് ഉള്ള ആൾക്കാരല്ലേ ഉള്ളത്. ഹൈന്ദവ വിശ്വാസങ്ങളെ മാത്രമല്ല ദൈവികമായിട്ടുള്ള ശക്തികളെയും മരണാന്തര ശേഷമുള്ള ശക്തികളെയൊക്കെ ഏറ്റവും മോശമായി അല്ലെങ്കിൽ ഏറ്റവും ക്രൂരമായി വിറ്റ് കാശാക്കുന്നവരാണെന്ന് താറടിച്ച് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞ് വീഡിയോകൾ ചെയ്യുകയും അതുകൊണ്ട് അങ്ങനെ എതിർത്തു പറഞ്ഞ് ആളാകാൻ ശ്രമിക്കുന്നവരിടയിലേക്ക് സ്വാമി എന്തിനാണ് പോയിരുന്നതെന്നൊക്കെ ചോദിച്ചു. സത്യം പറഞ്ഞാൽ അത് ശരിയാണ്. അവിടെ സംസാരിച്ച പലരും, അതിലൊരു ഡോക്ടർ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ പറയുന്നത് കേട്ടു, ഞങ്ങൾ മരുന്ന് കൊടുത്ത് പ്രേതങ്ങളെ മാറ്റാറുണ്ടെന്ന്. നിങ്ങൾ പ്രേതങ്ങളെയല്ല മാറ്റി, നിങ്ങൾ പ്രേതങ്ങളാക്കാറുണ്ട് മരുന്ന് കൊടുത്ത്, ഇല്ലേ? നിങ്ങൾ പ്രേതങ്ങളാക്കിയല്ലേ? മനുഷ്യനെ മരുന്ന് കൊടുത്ത് കൊല്ലുന്ന എത്രയോ ഡോക്ടർമാരുണ്ട്. യഥാർത്ഥത്തിലുള്ള ശരീരത്തിൻ്റെ ശരീരശാസ്ത്രം അനുസരിച്ചിട്ടുള്ള മരുന്നെന്ന് പറയുന്ന മനുഷ്യനെ കൊല്ലുന്നത് തന്നെയാണ്. പക്ഷെ മരുന്ന് ഉപയോഗിക്കാം. ഞാനും മരുന്ന് കഴിക്കുന്ന ആളാണ്, മരുന്ന് കഴിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ആ ഡോക്ടറുടെ ധാർഷ്ട്യത്തോടുള്ള സംസാരത്തെക്കുറിച്ച് വളരെ വ്യാപകമായിട്ടുള്ള പരാതികൾ ഉയർന്നിട്ടുണ്ട്. വ്യാപകമായിട്ടുള്ള അവിടെ വന്നിരുന്ന അലക്സാണ്ടർ സാർ ഉൾപ്പെടെയുള്ള ആൾക്കാരോട് എന്ത് മ്ലേച്ഛമായിട്ടും മോശമായിട്ടും നികൃഷ്ടമായിട്ടാണ് പെരുമാറിയത്. നിങ്ങളൊന്ന് കണ്ടു നോക്കണം ആ പ്രോഗ്രാം നമ്മൾ തമ്മിൽ നിന്നുള്ളത്. ഒന്നാമത് ഞാൻ അത് അറേഞ്ച് ചെയ്ത സുരേഷിനോട് പറഞ്ഞു, ഇത്തരം പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്യുമ്പോൾ ശരാശരി നിലവാരമുള്ള അതിലൊരു സ്ഥിരം ആളുണ്ട്. അദ്ദേഹം ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന് ഹൈന്ദവതയെക്കുറിച്ചൊന്നും അറിയില്ല. അദ്ദേഹം കള്ളക്കഥകളുമായിട്ടൊക്കെ വന്നിട്ട് പറയുകയാണ്. അത് ഹൈന്ദവ വിശ്വാസങ്ങളും തന്ത്രമാന്ത്രിക ശക്തികളും അനുസരിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെയൊക്കെ താറടിച്ച് കാണിച്ചുകൊണ്ട് തൻ്റെ ജനിച്ച വിശ്വാസ പ്രമാണങ്ങളിലുള്ളത് മാത്രം സത്യമാണെന്നും ബാക്കിയുള്ള എല്ലാം മോശമാണെന്നും സന്യാസി ശ്രേഷ്ഠന്മാരില്ലെങ്കിൽ ആചാര്യന്മാരും തന്ത്രമാന്ത്രികൾ നിൽക്കുന്നവരെല്ലാം മോശക്കാരാണെന്നും പറഞ്ഞുറപ്പിക്കാൻ ശ്രമിക്കുന്ന മികച്ച ശബ്ദമുണ്ടായതുകൊണ്ടും ഉറച്ച് ശബ്ദമുണ്ടാക്കിയതുകൊണ്ടും ബഹളമുണ്ടാക്കിയതുകൊണ്ടും കാര്യമില്ല. മറ്റൊരു യുക്തിവാദിയായ മഹാൻ പറയുന്നത് കേട്ടു. നിങ്ങളൊക്കെ അത് എൻ്റെ പ്രിയപ്പെട്ട DNA പ്രേക്ഷകർ കണ്ടോ എന്നറിയത്തില്ല. നമ്മളെയൊക്കെ എത്രയും പെട്ടെന്ന് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തിനാണ് നിയമത്തിൻ്റെ മുമ്പിൽ? ഇത്തരം യുക്തിവാദികൾ പലരും ഈ അടുത്ത കാലത്ത് ദൈവമില്ല എന്ന് അന്ധമായി വിശ്വസിച്ചിരുന്ന, ദൈവമില്ല എന്ന് പറയുന്ന ഒരു വലിയ യുക്തിവാദി എൻ്റെ അടുത്ത് വന്നിരുന്നു. സ്വാമി, എൻ്റെ ആഗ്രഹം, ഞാൻ പറഞ്ഞതെല്ലാം തന്നെ വളരെ തെറ്റായിരുന്നു, ഞാൻ വിശ്വസിച്ചിരുന്നതെല്ലാം തന്നെ തെറ്റായിരുന്നു. എന്താണ് കാര്യം? അതെന്താണ് കാര്യം എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല. സ്വാമി പറയുന്നതിൽ എവിടൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, എവിടൊക്കെയോ എന്തൊക്കെയോ ഉള്ളതല്ല, ഉള്ളത് തന്നെയാണ് പറയുന്നത്. ഇല്ലാത്തതൊന്നും പറയാൻ കഴിയില്ല. ഇല്ലാത്തത് പറയുന്നതൊക്കെ നുണ എന്ന് പറയും. ഇത് നുണ പറയാൻ തന്ത്രശാസ്ത്രത്തിൽ കഴിയില്ല. ഇന്നലെ ഞാൻ അബാക് മീഡിയയിൽ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു. അബാക് മീഡിയയിൽ ചെയ്ത പ്രോഗ്രാമിൻ്റെ അടിയിൽ ഒരാൾ വന്ന് പറഞ്ഞു, സ്വാമി 15 ലക്ഷം രൂപ പൂജ പരിഹാരം പറഞ്ഞു എന്ന്. പറഞ്ഞിരിച്ച് 15 ലക്ഷം രൂപ പറഞ്ഞു കാണും. എന്തുകൊണ്ട് പറയുന്നു എന്ന് പറഞ്ഞ് മനസ്സിലായാൽ അത് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെയാണ്. എനിക്ക് 10-15 ലക്ഷം രൂപ പൂജ ചെയ്താലും താങ്കൾ ചെയ്ത പാപത്തിൻ്റെ ഫലം ഭരിക്കില്ല, അതിന് പരിഹാരമാകില്ല എന്നേ ഞാൻ പറയുള്ളൂ. അമ്മയുടെ ഗർഭപാത്രം ചവിട്ടിപ്പൊളിച്ചവനും അച്ഛൻ്റെ തലമണ്ട വെട്ടിപ്പൊളിച്ചവനും സ്വത്തിനു വേണ്ടി അമ്മയുടെ ചെകിട്ടത്തടിച്ചനും അമ്മുമ്മയെടുത്ത് നിലത്തടിച്ചവനും ഒക്കെ പൂജയ്ക്ക് വന്നാൽ ഇതൊക്കെ 10-15 ലക്ഷം രൂപ മുടക്കിയാലും ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെ പറയും. പൂജ പൈസ മുടക്കി ചെയ്തു കൊടുത്താൽ അതിൽ പ്രയോജനമുള്ളവർ തന്ത്രശാസ്ത്രത്തിനും വിധിപ്രകാരം ചെയ്തു കൊടുത്താൽ അതിന് പരിഹാരമുള്ള ആയിരക്കണക്കിന് ആൾക്കാർ ഇപ്പുറത്ത് നിൽപ്പുണ്ട്. ഇതൊന്നും പറഞ്ഞ് പേടിപ്പെടുത്താനും ഇതൊന്നും പറഞ്ഞ് മോശക്കാരനാക്കെന്നും പറഞ്ഞാൽ അങ്ങനെ മോശക്കാരനാകുന്ന ആളല്ല ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കാഴ്ചപ്പാടുകളും എൻ്റെ ശരികളുമുണ്ട്. ഇതിൻ്റെ അടി വന്ന് എന്തെങ്കിലും വൃത്തികേടുകൾ എഴുതിയാൽ അതാണെന്ന് വിചാരിക്കേണ്ട. അയാൾക്കുള്ള മറുപടി ഞാൻ പറഞ്ഞത് ഇതാണ്. ആ വന്ന വ്യക്തിയെ എനിക്ക് നല്ലപോലെ അറിയാം. അയാൾ വെമ്പായത്ത് വീട്ടിൽ വന്നപ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ വരരുതെന്ന് ഞാൻ പറഞ്ഞതാണ്. എനിക്കിഷ്ടമല്ല എൻ്റെ വീട്ടിൽ വരുന്നത്. അടുത്ത് കാന്തല്ലൂർ ആശ്രമത്തിൽ വരാൻ പറഞ്ഞു. അയാൾ കാന്തല്ലൂർ ആശ്രമത്തിൽ വന്നു. മഹാദുഷ്ടത്തരം സമൂഹത്തിൽ വൃത്തികേടുകളും നീചകൃത്യങ്ങളും ചെയ്ത് പാപങ്ങളുടെ പുറത്ത് കിടക്കുന്ന ഒരാൾക്ക് 10-15 ലക്ഷം രൂപ മുടക്കിയാലും പരിഹാരമാവില്ല എന്ന് പറഞ്ഞാൽ ശരി തന്നെയാണ്, തെറ്റൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, അമ്മയുടെ ഗർഭപാത്രം ചവിട്ടിപ്പൊളിച്ചവനും അച്ഛൻ്റെ തലമണ്ടി അടിച്ചു പൊളിച്ചതും അമ്മമ്മയുടെ സ്വത്തിന് വേണ്ടി തലക്കടിച്ചവനും ഒക്കെ പരിഹാരം ചെയ്ത്, അല്ലെങ്കിൽ തന്നെ സത്കർമ്മങ്ങൾ ചെയ്താൽ പരിഹാരമില്ല. അതിൻ്റെ കൂട്ടത്തിലാണ് ഇതൊക്കെ പറയുന്നത്. പൂജ പരിഹാരങ്ങളൊന്നും പൂജ പരിഹാരങ്ങളല്ല. ഇതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ സമർപ്പിച്ച് ചെയ്യാം എന്നുള്ളതല്ലാതെ ഇതൊന്നും പരിഹാരമൊന്നുമല്ല.
അതൊന്നും പറയാൻ എനിക്കൊരു മടിയില്ല. പിന്നെ ഒരു അമ്മ എഴുതിയിരിക്കുന്നുണ്ട്, സ്വാമി 35,000 രൂപ പൂജയ്ക്ക് പറഞ്ഞിട്ട് പിന്നെ എഴുതിയില്ല എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഒരു മകളുടെ കല്യാണം നടക്കണം, പിതൃദോഷങ്ങൾ തീർക്കാൻ പൈസ ചിലവാകും. ഞാൻ എൻ്റെ കുടുംബസ്വത്ത് കൊണ്ടുവന്നൊന്നും ഇവർക്ക് ഒന്നും പരിഹാരം ചെയ്യാൻ പറ്റില്ല. ബലികർമ്മങ്ങൾ ചെയ്യാൻ തന്ത്രശാസ്ത്രത്തിൽ ചെയ്ത ഒരുപാട് പേരുണ്ട്, ചെയ്യിപ്പിക്കുന്നുമുണ്ട്. അത് അർഹതയുള്ളവരുണ്ട്. ഒരു മകൾക്ക്, ഒരു പെണ്ണിന് കല്യാണം നടക്കുന്നില്ല, പെൺകുട്ടിക്ക് കല്യാണം കഴിക്കാൻ പറ്റൂല, പെൺകുട്ടി കല്യാണം പറഞ്ഞിട്ടില്ല. കല്യാണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ രഹസ്യ സ്വഭാവങ്ങളുള്ള പെൺകുട്ടികൾ, രഹസ്യ ബന്ധങ്ങളുണ്ടായ പെൺകുട്ടികൾ അതിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് അറിയില്ല. പക്ഷേ ഒരു പെൺകുട്ടിയെക്കുറിച്ച് എന്നോട് പറയുമ്പോൾ എനിക്ക് മനസ്സിലാകും. ഒരു പെൺകുട്ടിക്ക് ഒരു പുരുഷനെ പറഞ്ഞിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ രണ്ടാമതൊരു വിവാഹം പോലും ഒരാൾക്ക് പറഞ്ഞിട്ടില്ല. ആ രണ്ടാമത് പൂർവ്വജന്മവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിവാഹ ബന്ധം മാത്രമേ നടക്കുകയുള്ളൂ. പലരും പഠിക്കുമ്പോൾ മകൾ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല, മകളുടെ വിവാഹം നടക്കുന്നില്ല. കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ടല്ലോ. ഒന്നോ രണ്ടോ പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ തർക്കിക്കും. ഞാൻ ചെയ്യാറില്ല. ഞാനൊന്നും പൈസ മേടിച്ചിട്ട് പറ്റിച്ചു കൊടുത്തിട്ടൊന്നുമില്ലല്ലോ. പൈസ മേടിച്ച് പൂജ ചെയ്തിട്ട് അവരെ പറ്റിക്കുകയൊന്നും ചെയ്തില്ലല്ലോ. ചെയ്തിട്ട് ഫോൺ എടുത്തില്ല എന്നൊരമ്മ പറഞ്ഞു. ഫോൺ എടുക്കില്ല. എന്തിന് ഫോൺ എടുക്കണം? പരിഹാരമില്ലാത്തതിന് ഫോൺ എടുക്കില്ല. ഫോൺ എടുക്കേണ്ട ആവശ്യമില്ല. എടുത്ത ഇന്ന ആളാണെന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ ഫോൺ വയ്ക്കും. കാരണം അവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. സ്വന്തം മക്കളെക്കുറിച്ച് എവിടെയെങ്കിലുമൊക്കെ പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റി. ഈ അടുത്ത കാലത്ത് ഒരു അമ്മ എന്നെ വിളിച്ചിരുന്നു, മകളുടെ കല്യാണം നടക്കുന്നില്ല സ്വാമി. കുട്ടി ഒരു രഹസ്യബന്ധം ഉണ്ടായി, ഒരു കുട്ടിയെ അനാഥാലയത്തിൽ വളർത്തുവാണ്. കുട്ടിക്ക് 4 വയസ്സായി. അമ്മ ഇപ്പോഴും മോന് കല്യാണം കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് കല്യാണം ആലോചിക്കുകയാണ്. അവസാനം ഞാൻ പറഞ്ഞു പെൺകുട്ടിയെ ഒന്ന് വിളിക്കാൻ പറയാൻ. പെൺകുട്ടി എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു മോളെ, ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കുവാണ്, ഈ തള്ള എന്തിനാണ് ഇങ്ങനെ കിടന്ന് ബഹളം വയ്ക്കുന്നത്? കുട്ടിക്ക് ഒരു സന്താന യോഗം ലക്ഷണത്തിനകത്തുണ്ട്. സ്വാമി, ഞാനൊരു അബദ്ധം പറ്റിപ്പോയി, എനിക്ക് ഒരു കുട്ടിയുണ്ട്, എനിക്ക് വേറൊരു വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് എന്നോട് തീർത്ത് പറഞ്ഞു. ഞാൻ ആ കുട്ടിയുടെ മുമ്പിൽ നമിച്ചു പോയി എന്നുള്ളതാണ്. ഇതാണ് ഇവിടുത്തെ ഒരു എല്ലാ കുട്ടികളും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. കല്യാണം വിവാഹം കഴിഞ്ഞ് ഈ അടുത്ത കാലത്ത് ഒരാൾ, കുട്ടിക്ക് പഠിച്ചതിന് ശേഷം വിവാഹം, പഠിച്ച് ഒരിക്കലും പഠിത്തം പൂർത്തിയാവില്ല, ജോലി കിട്ടത്തുമില്ല. ഏതോ ഒരു സുഹൃത്തുമായിട്ടുള്ള സൗഹൃദം നിലനിർത്തി പഠിച്ച് ജോലി കിട്ടിയിട്ട് വീട്ടിൽ പറയാമെന്ന് വിചാരിച്ചിരിക്കുവാണ്. ഒരുമാതിരിപ്പെട്ട വിവാഹ ബന്ധങ്ങളൊക്കെ ഇതാണ്. അതിന് സ്വാമിയെയും ജ്യോതിഷന്മാരെയും ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഗ്രഹനില നോക്കിയിട്ടും അച്ഛനമ്മമാർ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അനുസരിച്ചിട്ടാണ് ഇതെല്ലാം തന്നെ, അല്ലേ? നിങ്ങളെന്ന് കുറേ പണം മേടിച്ച് പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ശരി, ഇതൊന്നും നമ്മളാരെയൊന്നും മേടിച്ചിട്ടില്ലല്ലോ, ഇത് പറയുന്നല്ലേ ഉള്ളൂ. സ്വാമി കുറേ പൈസ മേടിച്ച് എന്നെ പറ്റിച്ചു എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ വരൂ, നിങ്ങൾ സ്വാമി എൻ്റെ ഇത് കുറേ പൈസ മേടിച്ചു, എനിക്ക് ഒരു പരിഹാരമായില്ല. പരിഹാരമൊക്കെ ഉണ്ടാൽ ഇത് സമർപ്പിച്ച് ചെയ്താൽ പരിഹാരം ഉണ്ടാവുന്നേ ഉള്ളൂ. ഹൈന്ദവ സംസ്കാരത്തെയും ഹൈന്ദവതയുള്ള തന്ത്രമന്ത്രശാസ്ത്രങ്ങളെയും അടച്ചാക്ഷേപിക്കാനായിട്ട് ഒരു വിഭാഗം ഇറങ്ങിയിട്ടുണ്ട്. ബോധപൂർവം, മനഃപൂർവ്വം. എൻ്റെ ഈ വീഡിയോയുടെ താഴെ വന്നിട്ട് തോന്നിവാസം എഴുതുന്ന കുറേ പേരുണ്ട്. അത് എനിക്കറിയാവുന്ന ആൾക്കാർ തന്നെയാണ്. അത് അവർക്കൊരു മനോരോഗം പോലെയാണ്. വീഡിയോ ഒന്നും കാണില്ല, ചുമ്മാ എന്തെങ്കിലും എഴുതുക എന്നുള്ളത്. കമൻറ്റ് ബോക്സ് ശ്രദ്ധിക്കാത്തത് കൊണ്ടും എനിക്ക് പറയാനുള്ളത് പറയണം എന്നുള്ളതുകൊണ്ടും സമൂഹത്തിലെ ഇതുപോലുള്ള വൃത്തികേടുകൾ വിളിച്ച് പറയുന്നത് കൊണ്ട് എനിക്ക് ഒരു നാണക്കേടുമില്ല. ഇന്നിപ്പോൾ ഒരു പെൺകുട്ടി എന്നെ വിളിച്ചിരുന്നു. വൈപ്പിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരാൾ അവരെ പറ്റിച്ചു 10 ലക്ഷം രൂപ മേടിച്ചു എന്നുള്ളതാണ്. ഒരു സ്വാമിയാതാ പറഞ്ഞത്. ഞാൻ നിങ്ങളെന്തിനാണ് 10 ലക്ഷം രൂപ കൊടുത്തത്? അത് ഭർത്താവുമായിട്ട് പോയി നിങ്ങളെന്തിനാണ് 10 ലക്ഷം രൂപ സ്വാമിക്ക് കൊടുത്തത്? അപ്പോൾ നിങ്ങൾ കൊടുത്തതില്ലേ കയ്യിൽ നിന്ന്? 10 ലക്ഷം രൂപയൊക്കെ ഒരാൾക്ക് കൊടുക്കണമെന്നുണ്ട്. ഏതോ വൈപ്പിനുള്ള ഏതോ ഒരു സ്വാമിയാണെന്ന് പറഞ്ഞു. അവരെ വശീകരിച്ച് ഒരു കൊടുത്തു പോയി. അങ്ങനെ വശീകരിച്ച് കൊടുക്കാൻ നിൽക്കുക എന്തിനാണ്? നിങ്ങളൊരു പൂജയോ പരിഹാരങ്ങൾക്കോ പോയാൽ ആദ്യം അദ്ദേഹം ആദ്യം പറഞ്ഞതൊക്കെ ശരിയായിരുന്നു, ആദ്യമൊക്കെ ശരിയായിരുന്നു, എന്നിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു, ഇങ്ങനെയൊക്കെ ആയിരുന്നു സ്വാമി, ഇപ്പോൾ 10 ലക്ഷം രൂപ കൊടുത്ത് അത് കിട്ടുമോ? എങ്ങനെ, എവിടെ കിട്ടാൻ? നിങ്ങളെന്തിനാണ് ഇതിന് പോയത്? അപ്പോൾ അതിനകത്തൊക്കെ ഒരുപാട് ദുരൂഹതകളും ഒരുപാട് സംഭവങ്ങളും ഒക്കെ ഉണ്ടാവാം. ഞാൻ നിങ്ങളുടെ ഭർത്താവുമായിട്ടാണ് പോയത്. അതെ, ഭർത്താവുമായിട്ടാണ് പോയത്. അപ്പോൾ ഈ ഭർത്താവ് എന്ന് പറയുന്നത് വിദേശത്തുണ്ടായിരുന്നവരാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ വഞ്ചിക്കപ്പെടുന്ന, ഇല്ലെങ്കിൽ ഇത്തരം തന്ത്രമാന്ത്രങ്ങൾ നിൽക്കുന്നവരൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ഞാൻ പരിഹാര കർമ്മങ്ങൾ ചെയ്ത് വളരെ കൃത്യമായിട്ട് പറയാറുണ്ട്. ഇന്നതാണ് കാര്യം, ഇന്നതാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ട് തന്നെ ചെയ്യും. പരിഹാരങ്ങൾ ഉണ്ടാവാം, ഇല്ലെങ്കിൽ ഇന്ന പരിഹാരങ്ങളൊക്കെ ചെയ്യാം. എത്രയോ കാലങ്ങൾ, വർഷം എത്രയോ ഞാൻ തുടങ്ങിയിട്ട്. ഇതേപോലെ അങ്ങനെ മനസ്സ് നശിപ്പിക്കാൻ ശ്രമിക്കാം, ഇല്ലെങ്കിൽ മനസ്സ് ഇല്ലാതാക്കിയാൽ അങ്ങനെ വിളിച്ച് കാന്തല്ലൂർ സ്വാമിയെ അങ്ങ് നശിപ്പിക്കാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് നശിപ്പിക്കാൻ ശ്രമിച്ചത് ഇപ്പോൾ കോടതി വരാൻ നിൽപ്പുണ്ട്. എങ്ങനെയെങ്കിലും തീർക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയൊന്നും തീർക്കാനും അങ്ങനെയൊന്നും നശിക്കുന്ന ആളുമല്ല. അങ്ങനെ മറ്റുള്ളവരുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിച്ചു പറിക്കാൻ ഇഷ്ടം പോലെ കാശ് കണ്ട ഒരാൾ തന്നെയാണ്. ഇഷ്ടം പോലെ സമ്പത്തും ഇഷ്ടം പോലെ പ്രശസ്തിയും ധനവും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടൊരാൾ തന്നെയാണ്.
അതുകൊണ്ടാലും ഈ നമ്മൾ തമ്മിൽ എന്ന് പറയുന്ന പ്രോഗ്രാമിനകത്ത് പോകരുതെന്ന് നിരവധി പേർ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഞാനത് മാനിക്കുകയാണ്. നമ്മൾ പോയില്ലെങ്കിലും വേറെ ഒരുപാട് ആത്മീയതയിൽ നിൽക്കുന്ന ആൾക്കാരെ കിട്ടും. അലക്സാണ്ടർ സാറിനെ പോലെയുള്ള ആൾക്കാരെ കൊണ്ടിരുത്തി ആക്ഷേപിച്ചതിനകത്ത് നമുക്ക് വളരെ ദുഃഖമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളെന്നൊക്കെ പറയുന്നത് വളരെ വലുതാണ്. ശാസ്ത്രത്തിൻ്റെ മൂട് പിടിച്ച് മാത്രം സംസാരിക്കുമ്പം ഇവർക്കൊക്കെ തിരിച്ചു ചോദിക്കാനുള്ള ഒരുപാടുണ്ട്. അതിൽ ആ ഡോക്ടർ പറഞ്ഞ് ഞാൻ കേട്ടില്ലേ, ഞങ്ങൾ മരുന്ന് കുടിച്ച് പ്രേതങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. ഏത് പ്രേതങ്ങളെയാണ് മരുന്ന് കൊടുത്ത് ഒഴിവാക്കിയിട്ടുള്ളത്? മാനസിക രോഗികളായിട്ട് മാറ്റും, പിന്നെ മരുന്ന് കൊടുത്ത് ഒരു മൂലയിൽ ഇരുത്തി കൊല്ലും. ഇതൊക്കെയല്ലേ ഇവർ ചെയ്യുന്നത്? മനസ്സിൻ്റെ സെറിബ്രത്തിൻ്റെ ഇൻഡ്യൂഷനാണ്. എന്ത് ഇൻഡ്യൂഷൻ? തന്ത്രശാസ്ത്രം പഠിക്കണം. ഹൈന്ദവതയിലെ തന്ത്രശാസ്ത്രത്തിലുള്ളാവുന്ന അദൃശ്യ സാമീപ്യ ശക്തികളുടെ സഞ്ചാരത്തെക്കുറിച്ച് അതിൻ്റെ പാതകളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കണം. ഈ ടെലസ്കോപ്പ് വെച്ച് സ്പന്ദിക്കുന്നതിന് മുമ്പ് തന്നെ നാഡി ഇങ്ങനെ പിടിച്ചിട്ട് വരുന്നതിന് മുമ്പ് അവൻ്റെ സ്പന്ദനത്തിൻ്റെ ചലനം പറയുന്ന മഹാമാന്ത്രികന്മാരുടെ ഉണ്ടായിരുന്നതാണ് കേരളം എന്ന് പറയുന്നത്. സൂര്യകാലി മനയെ പോലുള്ള എത്രയെത്ര മനകളും എത്രയെത്ര മഹാമാന്ത്രികരും ഉണ്ടായിരുന്നത്. കടിച്ച നാഗത്തെ വരുത്തി വിഷം കൊടുക്കുന്ന നാഗങ്ങളുണ്ടായിരുന്നതല്ലേ. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാത്ത ശാസ്ത്രമൊക്കെ വളർന്നോട്ട്. ശാസ്ത്രം വളരുന്നതിനൊന്നും ഇവിടെ ഒന്നുമില്ല. പക്ഷേ ബാക്കിയുള്ളതൊക്കെ അബദ്ധങ്ങളാണ്. ബാക്കിയുള്ളതൊക്കെ അതിലൊരു വിദ്വാൻ പറയുന്നുണ്ട്, സുമതി വളവിൽ പോയി ഷൂട്ട് ചെയ്ത് സുമതി വളവ് ഷൂട്ട് ചെയ്തതെന്ന് ഞാൻ അന്നേ പറഞ്ഞു. സുമതി വളവെന്ന് പറഞ്ഞ സാധനം ഷൂട്ട് ചെയ്താൽ ആപത്ത് തന്നെയാണ്. ആ പടം എടുക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഉണ്ടായില്ലേ? അത് ഈ പറയുന്ന ചരിത്രമൊന്നും അല്ല സുമതി വളവിൻ്റേത്. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള കഥയും ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഹൈന്ദവതയെ അടച്ചാക്ഷേപിക്കാൻ, ചവിട്ടിത്തേക്കാൻ തമിഴ്നാട്ടിലെ കുഗ്രാമങ്ങളിൽ പോയി ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ കുറേ വ്യൂവർഷിപ്പ് വർദ്ധിപ്പിക്കാനായിട്ട് ഹൈന്ദവ സന്യാസിമാരും ഇല്ല ഹൈന്ദവ ആചാര്യന്മാരെല്ലാം ലോകത്തെ പറ്റിച്ച് ജീവിക്കുന്നവരാണെന്ന് കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു യൂട്യൂബുണ്ട്. അപ്പോൾ ആ യൂട്യൂബുകാർ പറഞ്ഞു അവിടെ സുമതി വളയിൽ ചെന്നപ്പം രാത്രി സഞ്ചരിക്കുന്ന സുമതിമാരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത്തരം ആക്ഷേപങ്ങളെയൊക്കെ നമ്മൾ തള്ളിക്കളയണം. ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നിൽക്കരുത്. അത് കണ്ട് എൻജോയ് ചെയ്യുന്ന, ദൈവമില്ല എന്ന് വിചാരിക്കുന്നവർ, ഈശ്വര ശക്തികളില്ലാന്നും പ്രപഞ്ച ശക്തികളൊന്നും ഇല്ലയെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെ ആ വഴിക്ക് വിടുന്നതാണ് നല്ലത്, അല്ലേ? ഞാനിത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഒരുപാട് അമാനുഷികമായ ശക്തിയുള്ള, ആത്മീയമായിട്ടുള്ള ശക്തിയുള്ള, അല്ലെങ്കിൽ ബോധത്തെക്കുറിച്ച് നല്ല ബോധമുള്ള ഒരുപാട് പേരുള്ള ഒരു തന്ത്രശാസ്ത്രം ശക്തിയായി നിലനിൽക്കുന്നൊരു കാലമാണ് കേരളം, അല്ലേ? അതിനകത്ത് എല്ലായിടത്തും തെറ്റുകളും ശരികളും ഒക്കെ ഉണ്ട്. അതിനെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നവരുണ്ട്, ഓമെന്ന് ജപിക്കാൻ അറിയാത്തവരുണ്ട്, അവരിത് വിറ്റ് കാശാക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. ഇതൊക്കെയല്ല ശരിയാണ്, ഇതെല്ലാം ഉണ്ടാകും. പക്ഷേ എല്ലാവരെയും അടച്ചേക്ഷിപ്പിച്ചു എല്ലാവരെയും പിടിച്ചപ്പോൾ ജയിലിലിടാൻ പോവുകയാണ്. അതിൻ്റെ കാലം വളരെ അടുത്താണെന്ന് പറഞ്ഞാൽ ഇത്തരം ആൾക്കാരുടെ മുമ്പിൽ പോയിരിക്കേണ്ട ഗതികേടുണ്ടായല്ലോ എന്ന് ഓർത്ത് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. 2-3 ദിവസമായിട്ട് ഒരുപാട് പേര് എന്നെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുക. അത് അറേഞ്ച് ചെയ്തവരുടെ ഏറ്റവും വലിയ കുഴപ്പമാണ്. ഒരു ശരാശരി നിലവാരമുള്ളവരെങ്കിലും പിടിച്ച് ഇതിനകത്ത് കൊണ്ടിരുത്തണ്ടേ? ഇപ്പോൾ പ്രേതബാധയെക്കുറിച്ചിട്ടുള്ള ഒരു വിഷയം സംസാരിക്കുമ്പോൾ പ്രേതങ്ങളുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ, അത് ഉണ്ടോ എന്നുള്ളതും ഇല്ല എന്നുള്ളതിനെക്കുറിച്ച് സമർത്ഥിക്കാനായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിന് പകരം എതിർഭാഗത്തിരിക്കുന്നവൻ എന്തോ വലിയ ശത്രുക്കളെ പോലെയാണ് സംസാരിക്കുന്നത്. വിശ്വസിക്കുന്നവരുണ്ട്, വിശ്വസിക്കാത്തവരും ഉണ്ട്, അല്ലേ? അനുഭവങ്ങളുണ്ട്, അനുഭവമില്ലാത്തവരും ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഇത് വളരെ മോശപ്പെട്ട ഒരുപാട് കോടിക്കണക്കിന് ജനങ്ങളത് കാണും. പക്ഷേ അത് ഞാൻ എല്ലാവരോടും മാപ്പ് ചോദിക്കുകയാണ്. ഇനി ഇത്തരം പരിപാടികളിൽ പോയി ഇരിക്കുന്നില്ല. ഇതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസങ്ങൾക്ക് അനുസൃതമായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ നമ്മൾ തമ്മിൽ എന്ന് പറയുന്ന പ്രോഗ്രാമിനകത്ത് ഇനി നമ്മൾ പോകാത്തത് കൊണ്ട് അവിടെ ഒരു കുഴപ്പമില്ല. നമ്മളെക്കാൾ മിടുക്കന്മാർ, നമ്മളെക്കാൾ സംസാരിക്കാൻ അറിയാവുന്നവർ, പ്രതികരിക്കാൻ അറിയാവുന്നവരൊക്കെ അവിടെ ചെന്നിരുന്ന് പ്രതികരിക്കട്ടെ. ദൈവമില്ല എന്ന് പറയുന്നവരും പൈശാചിക ശക്തികളില്ല എന്ന് പറയുന്നവരും ഒക്കെ ഈ ഭൂമിയിലുണ്ട്. അവരെല്ലാം കൂടെ തല്ലി നമ്മൾ തമ്മിൽ വലിയ സംഭവമാകട്ടെ. ശ്രീകണ്ഠൻ ചേട്ടന് ഇഷ്ടം പോലെ പൈസ ഉണ്ടാകട്ടെ. അദ്ദേഹം വളരെ ഹാസ്യരൂപേണ അതൊക്കെ അവതരിപ്പിച്ച് ജനങ്ങളുടെ പ്രിയപ്പെട്ടവനായിട്ട് മാറട്ടെ. എനിക്ക് പ്രിയപ്പെട്ട ഒരു സഹോദരസ്ഥാനീയനാണ് അദ്ദേഹം. എന്തായാലും ഞാൻ മനുഷ്യനെക്കുറിച്ച് പറയുമ്പോൾ മനുഷ്യനുള്ളിലെ നന്മയില്ലായ്മയാണ് ഇതിനകത്ത് നമുക്ക് എപ്പോഴും തെളിഞ്ഞു വരിക, അല്ലേ? രണ്ടുപേര് തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരു മാന്യത പുലർത്തേണ്ട ഒരു കാര്യമുണ്ട്, അല്ലേ? നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോഴും മറ്റേയാളെ സംസാരിക്കുന്നത് കേൾക്കാനും മറ്റൊരാളെ കേൾക്കുമ്പോൾ അതിന് മറുപടി പറയാനുള്ള ആ മാന്യത ഇല്ലാതെ പോയ ഒരു പ്രോഗ്രാമായി പോയിട്ടത്. ഇനിയിപ്പോൾ ഞാൻ നക്ഷത്രങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ, ഇന്നലെ മകീര നക്ഷത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒത്തിരി പേര് മകീര നക്ഷത്രത്തെക്കുറിച്ച് പറഞ്ഞു. സ്വാമി നക്ഷത്ര ഗണമനുസരിച്ച് വളരെ നല്ല കാലമാണെന്ന് പറഞ്ഞു. സ്വാമി ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഭേദമായി. എനിക്ക് വളരെ ദോഷമായി, സങ്കടമായി, ഉറങ്ങാൻ കഴിയുന്നില്ല. കാർത്തിക രോഹിണിയും തിരുവാതിര തിരുവോണവും രേവതിയും ഭരണിയും ഒക്കെ സ്വാമി പറഞ്ഞു. എല്ലാ സ്വാമി ദോഷകാര്യങ്ങളാണ് പറഞ്ഞത്. ഞങ്ങൾ ജ്യോതിഷനെ കാണുമ്പോൾ എല്ലാം നമുക്ക് നല്ല കാലമാണെന്ന് പറഞ്ഞു. ഞാൻ അതൊന്നും നിഷേധിക്കുന്നില്ല. ഞാൻ പറഞ്ഞത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 2 കുട്ടികളെ
കാണാതായപ്പോൾ അവർക്ക് ജലബന്ധമാണ് കണ്ടതെന്നും ആ ജലബന്ധത്തിൽ നിന്ന് അവർക്ക് മൃത്യുവാണ് ലക്ഷണമുണ്ടെന്നും നായ് ഓലിയിടുന്നത് കേൾക്കുന്നതോ എന്ന് പറഞ്ഞത് കണ്ണയക്ഷി ഉപാസനയുള്ള ഒരാൾക്ക് ഇത്തരം വിഷയങ്ങൾ സാഹചര്യങ്ങൾ കാണാൻ പറ്റും, മുൻകൂട്ടി അറിയാൻ പറ്റും, എൻ്റെ കാര്യങ്ങൾ തന്നെ അറിയാൻ പറ്റും. അങ്ങനെ അത്തരത്തിൽ കണ്ടതുപോലെ ഞാൻ ഈ ലക്ഷണശാസ്ത്ര പ്രകാരം ഈ നക്ഷത്രങ്ങളെ ഗണിച്ച് നക്ഷത്രങ്ങളെ വെച്ചിട്ട് പറഞ്ഞതാണ്. ആ നക്ഷത്രങ്ങളെ നമ്മൾ മനസ്സിലേക്ക് എടുത്തിട്ട് കണ്ണയക്ഷി മന്ത്രം ചൊല്ലുമ്പോൾ 2 മിനിറ്റ് കണ്ണടച്ചിരിക്കുമ്പോൾ നമ്മുടെ കാതിൽ പറയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ബാങ്കിൽ ജോലിയുള്ള ബാങ്കുകാർ ശ്രദ്ധിക്കേണ്ട ഈ നക്ഷത്രങ്ങളുള്ള ബാങ്കിൽ ജോലിയുള്ളവർ ശ്രദ്ധിക്കണം. മാനസിക സംഘർഷം ഉണ്ടാകുന്ന കാലമാണ്, മനോദുഃഖം ഉണ്ടാകുന്ന കാലമാണ്, മിസ്റ്റേക്കുകൾ ഉണ്ടാകുന്ന കാലഘട്ടമാണ്. പിന്നെ സർക്കാർ സർവീസിലുള്ളവർ രേഖകൾ ഒപ്പിടുമ്പോൾ സൂക്ഷിക്കേണ്ട കാലഘട്ടമാണ്. മകയിരം നക്ഷത്രങ്ങൾ, ഈ ഞാൻ കഴിഞ്ഞ നക്ഷത്രങ്ങളിലെല്ലാം സർക്കാർ ജോലിയുള്ള കാർത്തിക, രോഹിണി, തിരുവാതിര, തിരുവോണം, രേവതി, ഭരണി എന്നൊക്കെ പറയുന്ന നക്ഷത്രങ്ങൾ, പിന്നെ പൂരാടം നക്ഷത്രത്തിലുള്ളവരൊക്കെ സർക്കാർ ജോലി ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ സർക്കാർ പുതിയ ഒരു ഭരണകൂടം മാറി വരുവാണ്, പഴയ ഫയലുകളൊക്കെ പ്രശ്നമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞത്. ഈ നല്ല കാലഘട്ടവും ഗ്രഹനില അനുസരിച്ചുള്ള നല്ല സമയവും ഒക്കെ നമ്മൾ ഇതിനകത്തുള്ളതാണെങ്കിൽ പോലും അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിൻ്റെ നല്ല കാലങ്ങളെ അപഹരിച്ചെടുക്കും, അല്ലേ? നിസ്സാരമായ കാര്യങ്ങൾ കൊണ്ട് അപഹരിച്ചെടുക്കും. ഒരാൾ ഈ ഒരിടത്തിൽ നിന്ന് ജോലി ചെയ്യുവാണ്. ഇപ്പോൾ മറ്റേ അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞു നമുക്കൊന്ന് ചായ കുടിച്ചിട്ട് വരാം. അപ്പോൾ അയാൾ ഇട്ടുകൊണ്ടിരുന്ന ഫയൽ അവിടെ വെച്ച്, ഈ നക്ഷത്രത്തിലൊരു ഒരു നക്ഷത്രക്കാരന് പറ്റിയതാണ്. അപ്പോൾ അയാൾ ആ ഫയൽ അവിടെ വെച്ചിട്ട് പേനയൊക്കെ അടച്ചു വെച്ചിട്ട് അയാളുടെ കൂടെ ക്യാൻറ്റീനിലേക്ക് ചായ കുടിക്കാൻ പോയി. ചായ കുടിക്കാൻ പോയപ്പം ഒരാൾ പുറകിൽ നിന്നൊരു തട്ട് തൊട്ടി, ഇങ്ങനെ തിരിഞ്ഞതേ ഉള്ളൂ, ഈ നട്ടൽ ഉളുക്കിപ്പോയി. എന്നുവെച്ചാൽ പഴയ ഒരു പരിചയക്കാരൻ തോളത്ത് തട്ടിയതേ ഉള്ളൂ, ഈ നട്ടലിങ്ങനെ ലോക്കായിപ്പോയി. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ ലോക്ക് തിരിഞ്ഞ് വരണമെങ്കിൽ എന്തൊരു ചെറിയ കാര്യമാണ്. ഒരില്ല മറ്റേ സുഹൃത്തുക്കൾ നടന്നു പുറകെ കൂടെ വളരെ കാലം പരിചയമുള്ള ഒരാളൊരു തട്ട് കൊടുത്തു. ആ തട്ടിലെന്താണ് ഇങ്ങനെ പെട്ടെന്ന് തിരിഞ്ഞതാണ്, ഞരമ്പുകൾ തമ്മിൽ അല്ലെങ്കിൽ ആ എല്ലുകൾ തമ്മിൽ ഒരു ബ്ലോക്ക് വീണു. ഇനി എത്ര കാലം ചികിത്സിക്കണം? വല്ല കാര്യമുണ്ട്? അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഇതേപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ അപ്പോൾ ആ സുഹൃത്തൊരു കാലനായിട്ട് വന്നു, ഇല്ലേ? ഒരാൾ രോഗം വന്നങ്ങ് മരിച്ചു പോയാൽ കുഴപ്പമില്ല, ഇതിനി എത്ര കാലം ട്രീറ്റ് ചെയ്ത് ശരിക്ക് കൊണ്ടുവരണം. ആ ശരിക്ക് ഇങ്ങനെ മാറ്റി കൊണ്ടുവന്ന് എത്ര കാലം ട്രീറ്റ് ചെയ്താലാണ് ഇയാൾക്ക് നേരെ നടക്കാൻ പറ്റി? ഈ കാലടുത്ത് മുമ്പിലോട്ട് വെക്കാൻ വയ്യ. അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നെ വിളിച്ചതാണ്. ഞാൻ പറഞ്ഞു, സ്വാമി പറഞ്ഞ നക്ഷത്രങ്ങളിലുള്ള, ഞാൻ ഏത് നക്ഷത്രമാണെന്ന് പറയുന്നില്ല, ഇപ്പോൾ എല്ലാവരും പേടിക്കും. അതുകൊണ്ട് ഈ ഫലങ്ങളെക്കുറിച്ച് പറയണമെന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്, അല്ലേ? എല്ലാവരും ഭയമാണ് ഇപ്പോൾ സ്വാമി പറയുന്നതിനെക്കുറിച്ച്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ജ്യോതിഷം നന്നായിട്ട് പറയുന്ന ശ്യാമിനെ കൂടെ വിളിച്ചു. ഗ്രഹങ്ങൾ ഗണിച്ച് നമുക്കങ്ങ് പറയാം, എന്തെങ്കിലും ആൾക്കൊക്കെ പ്രയോജനപ്പെട്ടുകൊണ്ട്. ഞാൻ പറയുമ്പോൾ എൻ്റെ കാതി പറയേണ്ടി വരും. ലോക്കായിപ്പോയി കാല് അദ്ദേഹത്തിൻ്റെ. ഭാര്യ വിളിച്ച് ഒരേ കാര്യത്തില്ല, സ്വാമി എന്ത് ചെയ്യണമെന്ന്. പിന്നെ എനിക്കറിയാവുന്ന ഒരു വലിയ ഡോക്ടറുണ്ട്, അദ്ദേഹത്തിനൊന്ന് കണ്ടു നോക്കൂ, ഇത് ഈ യഥാർത്ഥത്തിൽ ഈ ആയുർവേദം പഠിച്ച ആൾ പറ്റില്ല, പഴയ മർമാണികൾ വല്ലതും ഉണ്ടോ നോക്കാൻ പറഞ്ഞു. ഒരു കാര്യമില്ല, ചുമ്മാ തട്ടുകൊടുത്തോ പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞതാണ്. അപ്പോൾ ഇല്ലേ, ഇയാൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ സുഹൃത്തൊരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയി. രണ്ടുപേരും ഇങ്ങനെ പോകുമ്പോൾ പഴയൊരു സുഹൃത്ത് ഒരു തട്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്, ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇത്തരം സാഹചര്യങ്ങൾ ആ സമയത്ത് ആ സുഹൃത്ത് അയാൾക്ക് ചായ കുടിച്ചിട്ട് തിരിച്ചു വന്നാൽ മതി. ഇദ്ദേഹം ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. ആ ഭാര്യയുടെ കണ്ണീര് കാണണം. 2 പെൺകുട്ടികളാണ്, സാമ്പത്തിക ബാധ്യതകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ഇനി ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകണം. വേറെ ആരുമില്ല സ്വാമി, അവർ വേറെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് താമസിക്കുന്നതാണ് തിരുവനന്തപുരത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നക്ഷത്രങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മകരം നക്ഷത്രവും പൂരാടം നക്ഷത്രവും ഉള്ളവരെയും കുറിച്ചിട്ടുള്ള ഗഹനമായിട്ടുള്ള ഒരു വിലയിരുത്തലുകൾ അത്യാവശ്യം തന്നെയായിട്ടുണ്ട്. മകരം നക്ഷത്രമുള്ളവർക്ക് ഞരമ്പുകളാൽ രോഗം ഉണ്ടാകുന്നുള്ള കാലഘട്ടമുണ്ട്. ഞരമ്പുകൾക്ക് രോഗമുണ്ടാകുന്ന കാലഘട്ടം മകരം നക്ഷത്രത്തിനും. ഈ പൂരാടം നക്ഷത്രത്തിനാണെങ്കിൽ ചോര പൊടിയാനുള്ള നേരം. ചോര പൊടിയുക എന്ന് പറഞ്ഞാൽ വെറുതെ തള്ള വിരലും തട്ടി അണഞ്ഞാൽ മതി. ഇന്നലെ ഒരാൾ എന്നെ വിളിച്ചിരുന്നു, പൂരാടം നക്ഷത്രം. എൻ്റെ അടുത്ത് പറഞ്ഞു, സ്വാമി ഭയന്ന് പോയി, എന്തായാലും എൻ്റെ കാലം തട്ടി അടർന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷെ അതുകൊണ്ടൊരു കാര്യം ഉണ്ടായത്, പോയപ്പോൾ ഡയബറ്റിക് ഇന്ന് വരെ ഡയബറ്റിക് ഉണ്ടെന്ന് വിചാരിച്ചില്ല, പോയി ചെക്ക് ചെയ്തപ്പോൾ ഹൈ ഡയബറ്റിക്കാണ്. അപ്പോൾ നക്ഷത്രങ്ങൾ, അപ്പോൾ എല്ലാം നല്ല കാലങ്ങളും നല്ല അനുഗ്രഹങ്ങളും എല്ലാ നക്ഷത്രങ്ങൾക്കും ഉണ്ടെങ്കിലും കർണേക്ഷി ഉപാസനയിലൂടെ പറയുന്നത് ജീവിതത്തിൽ ഞാൻ ആ നക്ഷത്രം എടുത്തു വെച്ചിട്ട് കർണേക്ഷി മന്ത്രം ചെല്ലുമ്പോൾ ആ മന്ത്രത്തിലെ ആ നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്ന ചെറിയ ചെറിയ ആപത്തുകൾ, ആ ആപത്തുകളെക്കുറിച്ചുള്ള സൂചനകൾ മാത്രമാണ്. ഇതുകൊണ്ട് ആരും ഭയക്കേണ്ട ആവശ്യമില്ല.
അതുകൊണ്ട് ഇത്രയും നക്ഷത്രങ്ങൾ ഏതാണ്? കാർത്തിക, രോഹിണി, തിരുവാതിര, തിരുവോണം, രേവതി, ഭരണി, മകീരം, പൂരാടം, ഈ ഇത്രയും നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കണം. ഇനിയുള്ള നക്ഷത്രങ്ങളെക്കുറിച്ചിട്ടുള്ള വിശാഖ നക്ഷത്രത്തെക്കുറിച്ചുള്ള ഒരു വലിയ വിശകലനമാണ്. കാരണം അത് എൻ്റെ നക്ഷത്രമാണ്. ഞാൻ തുലാം രാശിയാണ്. ഞാനതിന് പറഞ്ഞിട്ടുണ്ട്. വിശാഖം നക്ഷത്രത്തിൻ്റെ രാശി ഇന്നത്തേക്ക് നോക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഒരുപാട് പറയാനുണ്ട്. വിശാഖം നക്ഷത്രം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. വിശാഖ നക്ഷത്രത്തിൻ്റെ തുലാം രാശിയും വൃശ്ചിക രാശിയും. വൃശ്ചിക രാശിയെക്കുറിച്ച് ഞാനിതൊരു സൂചന തന്നു. തുലാം രാശിക്കാരെ ത്രാസാണ്. എപ്പോഴാണ് പൊങ്ങുന്നത്, എപ്പോഴാണ് താഴുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല. വിശാഖം നക്ഷത്രത്തെക്കുറിച്ചുള്ള വിശദമായ വാർത്തയുമായിട്ട് വീണ്ടും വരാം. നാളെ എത്താം. നമസ്കാരം.